നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നടന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടക്കാനിരിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളുമായിട്ട് റെസണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അതിനു മുന്നേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് ജനറൽ റീഡിംഗ് ആണെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു പിക്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻസും കണ്ടെത്താൻ സാധിക്കുന്നതാണ്. സൊല്യൂഷൻസിനായിട്ട് റിച്വൽസും ബ്രേസ്ലെറ്റ്സും ആണ് നൽകുന്നത്. നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് കിങ് ഓഫ് കപ്സ്, ദ ഫൂൾ കാർഡ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, ടെമ്പറൻസ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ദ ചാരിയോട്ട്, 4 ഓഫ് പെൻറ്റക്കിൾസ്, ജസ്റ്റിസ്, ദ ഹൈ പ്രീസ്റ്റസ്, നൈറ്റ് ഓഫ് വാൻഡ്സ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിക്ക് അനുകൂലമായിട്ട് നടന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അത് ജോലി സംബന്ധമായിട്ടാണെങ്കിലോ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടാണെങ്കിലോ എന്ത് കാര്യം, സാമ്പത്തികമായിട്ടാണെങ്കിലോ എല്ലാ കാര്യത്തിനും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു പോസിറ്റീവ് കാര്യം നടന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഇത്രയും ദിവസം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇച്ചിരി ദേഷ്യപ്പെട്ടൊക്കെയാണ് പെരുമാറിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് സ്നേഹമായിട്ട് പെരുമാറാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. നിങ്ങളുടെ വ്യക്തി കൂടുതലും മനസ്സിൽ സ്നേഹം വെച്ചിട്ട് പുറമെ പ്രകടിപ്പിക്കാത്ത ഒരാളാവാം. അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് സ്നേഹം കാണിക്കാനുള്ള സാധ്യത ഇന്നത്തെ ദിവസം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഇന്ന് തുറന്ന് ചോദിക്കാൻ, ഇത്രയും നാളായിട്ടും തുറന്ന് ചോദിക്കാതെ എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അവരുടെ അടുത്ത് അത് തുറന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു ഉത്തരം തരാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം അവർക്ക് ഇന്നത്തെ ദിവസം ആർക്കൊക്കെ ഏതോ ഒരു സ്ത്രീയുടെ ഒരു എനർജി ഇവിടെ വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് കടം കൊടുത്ത കാശ് അവർ തിരിച്ച് നൽകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഇന്നത്തെ ദിവസം ഇവിടെ കാണുന്നത്. ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ വിളിച്ചിട്ട് ഒരുപാട് നേരം നിങ്ങളുടെ അടുത്ത് സംസാരിക്കണമെന്നും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനിയും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറോടുകൂടി ഈ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഈ ഒരു ദാമ്പത്യ ജീവിതം സന്തോഷമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ലൈഫ് ലോങ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി എഫേർട്ട് ഇടുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അവർക്ക് നിങ്ങൾ തമ്മിലുള്ള ജീവിതത്തിൽ വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉള്ളതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും നിങ്ങൾ കടം കൊടുത്ത കാശ് തിരിച്ച് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോബ് സംബന്ധമായിട്ട് എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിലോ ബിസിനസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിലോ അതിനൊക്കെ ഇന്നത്തെ ദിവസം ഒരു പരിഹാരം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആരോഗ്യപരമായിട്ടൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് ഇന്ന് ഇച്ചിരി ഉഷാറുള്ള രീതിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഓൾക്കഹോളിനൊക്കെ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇന്നത്തെ ദിവസം അതിനൊക്കെ ഒരു നിയന്ത്രണം വരുത്തണമെന്ന് ആ വ്യക്തി മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ ഇത്രയും നാൾ മറച്ചു വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മറച്ചു വെച്ച് ചെയ്തതിനൊക്കെ നിങ്ങളുടെ അടുത്ത് മാപ്പ് പറയുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം എന്നും നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം കൃത്യമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ആ വ്യക്തി ഇന്നേ വരെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ്. ഇവിടെ വന്നിരിക്കുന്ന എനർജി വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കംപ്ലീറ്റ് ആയിട്ടൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്. അവരിൽ നിന്ന് നിങ്ങൾ എത്ര മെസ്സേജ് അയച്ചിട്ടോ വിളിച്ചിട്ടോ അവർ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല, അവരിൽ നിന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇന്നത്തെ ദിവസം
നിങ്ങൾ അവർക്ക് ഒരു മെസ്സേജ് അയക്കുക. അതൊരിക്കലും ടോർച്ചർ ചെയ്യുന്ന രീതിയിലോ ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലോ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആവരുത്. നിങ്ങൾ ഒരു സാധാരണ നോർമലായിട്ട് നിങ്ങൾക്ക് അവരോട് ഇപ്പോഴും സ്നേഹമുണ്ട് എന്ന് അവർക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ കോൾ ചെയ്യുവാണെങ്കിൽ അങ്ങനെ സംസാരിക്കുക. അത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ ബാധിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും വളരെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങളറിയാതെ മറ്റാർക്കോ നിങ്ങളുടെ വ്യക്തി ഇത്രയും നാളും സാമ്പത്തികം കൊടുത്ത് സഹായിക്കുന്നതായിട്ട് നിങ്ങൾക്കൊരു സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഉറച്ചൊരു തീരുമാനമെടുക്കും. നിങ്ങളറിയാതെ അല്ലെങ്കിൽ ഇനി ഒരിക്കലും മറ്റൊരു വ്യക്തിക്ക് അനാവശ്യമായിട്ട് സാമ്പത്തികം കൊടുത്ത് സഹായിക്കരുത്. അത് ഏത് തരത്തിലുള്ള വ്യക്തിയോ ആയിക്കോട്ടെ, അത് തേർഡ് പേഴ്സൺ ആവട്ടെ, ആരാവട്ടെ. ഇതിനകത്ത് നിങ്ങളുടെ ഭാഗത്താണെങ്കിലും നിങ്ങളുടെ ഭാഗത്തൊരു സത്യമുണ്ട് എന്ന് നിങ്ങളുടെ വ്യക്തി തിരിച്ചറിയുന്ന ദിവസമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ച വിഷമത്തിന് ഒരു നീതി നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ വ്യക്തിക്ക് തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു മനുഷ്യത്വം ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൃദയം, അത് ഇന്നത്തെ ദിവസം അതായത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ ഇരുന്നിട്ട് അവർ ഇത്രയും നാൾ നിങ്ങളുടെ അടുത്ത് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളെല്ലാം തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഇത്രയും നാൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവരുടെ ഉള്ളിലിരുന്ന് ഈശ്വരൻ തോന്നിപ്പിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി കോണ്ടാക്റ്റ് നിർത്തിയിട്ടും റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ടും നിങ്ങളുടെ വ്യക്തി മൂവ് ഓൺ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുമായിട്ട് ഒരു റീയൂണിയന് വേണ്ടിയിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ അങ്ങോട്ട് മെസ്സേജ് അയക്കാതെ തന്നെ അവർക്ക് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും നാളും അവരുടെ നിയന്ത്രണത്തിലായിരുന്നില്ല അവരുടെ ജീവിതം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു നിയന്ത്രണം വരുത്തണം എന്നൊക്കെ അവർ തീരുമാനിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സണ് സാമ്പത്തികം കൊടുത്ത് സഹായിക്കുന്നതായിട്ട് നിങ്ങളുടെ വ്യക്തി തേർഡ് പേഴ്സണ് സാമ്പത്തികം കൊടുത്ത് സഹായിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇത്രയും കാലം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സഹായം കൊടുപ്പ് നിർത്തുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ഇന്നത്തെ ദിവസം നിങ്ങളുടെ അടുത്ത് അതായത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ സ്നേഹമായിട്ട് മുമ്പോട്ട് പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം പൊസസീവ്നെസ് നിങ്ങളുടെ അടുത്ത് ഇന്ന് കാണിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്നേഹമുണ്ട്, പൊസസീവ്നെസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങളുടെ അടുത്ത് ഇന്ന് പ്രകടിപ്പിക്കും എന്നും ഇവിടെ കാണുന്നുണ്ട്. എല്ലാം കൊണ്ടും നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അവർക്ക് എന്തൊക്കെയോ ബ്ലോക്കായി കിടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് നേടിയിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട്. അവർ പ്രതീക്ഷയോടെ ഇന്നത്തെ ഒരു ദിവസത്തെ നോക്കി കാണുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ ഇത്രയും നാളും അവരെന്തെങ്കിലും സഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഇന്നത്തെ ദിവസം ഒരു അവസാനമായി. ഇനി അങ്ങോട്ട് അവർക്ക് സന്തോഷവും സമാധാനവും സാമ്പത്തികവും എല്ലാം കൊണ്ടും ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം കിട്ടുമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ പ്രതീക്ഷയോടെ നോക്കി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ തിരിച്ച് അവരുടെ ലൈഫിൽ വേണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് നിങ്ങൾക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഈ ഒരു റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.